ഈ അനുഗ്രഹീതമായ സന്ധ്യയ്ക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. സമാഗതരായ ബഹുമാന്യ കർത്തൃദാസന്മാർക്കും കുടുംബങ്ങൾക്കും ദൈവജനത്തിനും ക്രിസ്തീയമായ വന്ദനങ്ങളെ അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് നവകുടുംബവും നമ്മോടൊപ്പം ഉണ്ടല്ലോ, അവർക്കായിട്ടും സ്തോത്രം. ദൈവം നമ്മെ ഒരുമിച്ച് ഈ രാത്രിയിൽ ഈ ബൈബിൾ പഠന പരമ്പരയിൽ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് കർത്താവിനോട് അപേക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങള് നമ്മുടെ പതിവ് സമയത്തിൽ നിന്നും വ്യത്യസ്തമായി നേരത്തെ തന്നെ എത്തിച്ചേർന്നതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ശബ്ദവും ഒക്കെ വ്യക്തമാണല്ലോ? ഓക്കെ, സ്തോത്രം. നമുക്ക് ഇനി വേഗത്തിൽ തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. Revelation chapter 18, which is actually the chapter of the doom of the city of Rome or the kingdom of Babylon. ബാബിലോണ്യ സാമ്രാജ്യത്തിന്റെ, റോമ പട്ടണത്തിന്റെ ഒക്കെ വിനാശഗീതമെന്നും നാശത്തിന്റെ വിലാപഗീതമെന്നും ഒക്കെ ഈ അധ്യായത്തെ വിളിക്കുന്നുണ്ട്. ദിസ് ചാപ്റ്റർ ഈസ് ഓഫൻ കോൾഡ് ദ ചാപ്റ്റർ ഓഫ് ലാമന്റ് ഓവർ ദ ഡൂം ഓഫ് ബാബിലോൺ ഓർ ഓഫ് റോം. അങ്ങനെ 17-ാമത്തെ അധ്യായത്തിൽ നമ്മൾ റിലീജിയസ് റോം അല്ലെങ്കിൽ റിലീജിയസ് ബാബിലോൺ, മത ബാബിലോണിന്റെ വിനാശവും, 18-ാമത്തെ അധ്യായത്തിൽ രാഷ്ട്രീയ ബാബിലോണിന്റെ നാശവുമാണ് കാണുന്നത്. അതേക്കുറിച്ചുള്ള പഠനങ്ങളാണ് നാം മുഖവുരയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നടത്തി വന്നത്. ഇത് അക്ഷരീയമായ ഒരു പട്ടണം, ഒരു രാജ്യമാണ്, ബാബിലോണാണ് എന്നതിനെ തെളിയിക്കുന്ന ഒരു താരതമ്യ പഠനവും നാം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു. അതിൽ ഏറ്റവും ഒടുവിലായി നാം കണ്ടത് ഇതിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ ഇതിൻ്റെ സ്ഥലം, ലൊക്കേഷനുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിനെ തെളിയിക്കുന്ന 6 കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. അതിൽ 6-ാമത്തേത് നാം സഖരിയ പ്രവചനത്തിൽ നിന്നുമാണ് ഒരു കാര്യം കണ്ടത്. സഖരിയ പ്രവചനത്തിൽ നാം കണ്ട ഒരു കാര്യം പ്രവചനവുമായി ബന്ധപ്പെട്ടായിരുന്നല്ലോ. 5-ാമത്തെ അധ്യായത്തിന്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നാം അത് കണ്ടു. അതിൻ്റെ വിശദീകരണം ഇന്ന് ആകാം എന്നും പറഞ്ഞാണ് നാം ഇന്നലെ പിരിഞ്ഞത്. ഇന്നലെ വരെ നമ്മൾ പഠിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് പറയാം എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് നമുക്ക് പോകാം. പാസ്റ്റർ, ഷിനാർ ദേശം എന്ന് പറയുന്നത് ഇറാഖാണെന്ന് പറയുന്നു. അതേ സമയത്ത് റോമും ഇതിൽ എതിർ ക്രിസ്തുവിന്റെ നഗരമെന്നും പറയുന്നു. അതെ, രണ്ടും കൂടെ എങ്ങനെ 2 രാജ്യങ്ങള്? ഓക്കെ, അതിലേക്ക് വരാം. മറ്റെന്തെങ്കിലും? ഈ ചോദ്യത്തിന്റെ വിശദീകരണം വരുന്ന നമ്മുടെ വിവരണങ്ങളിൽ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് അതിനായിട്ട് ഇപ്പോൾ സമയമെടുക്കുന്നില്ല. വിശദീകരണം അതിനകത്ത് നമ്മുടെ മുൻപോട്ടുള്ള ഈ അധ്യായത്തിൽ തന്നെ ഉണ്ട്.
അപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിലായിട്ട് 18-ാം അധ്യായത്തിൽ പറയുന്ന ബാബിലോൺ അക്ഷരീയമായ ബാബിലോണാണ് എന്ന് പറയുന്നതിന് കാരണമായിട്ട് കണ്ടത് ഈ ബാബിലോണിന്റെ, ഈ പട്ടണത്തിന്റെ, ഈ മഹദിയ ബാബിലോണിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനത്തെ കണ്ടുകൊണ്ടായിരുന്നു. അത് എവിടെ, എങ്ങനെ എന്നുള്ളതിനെ കാണുന്നതിനാണ് ഇന്നലെ നമ്മൾ സഖരിയ പ്രവചനം 5-ാമത്തെ അധ്യായത്തിന്റെ 5 മുതൽക്ക് ഉള്ള വാക്യങ്ങൾ വായിച്ചത്. ആ ഭാഗങ്ങളിലേക്ക് നമുക്ക് ഒന്നും കൂടെ പോകാമല്ലോ. 5 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം അനന്തരം എന്നോട് സംസാരിക്കുന്ന ദൂതൻ പുറത്തു വന്ന് എന്നോട്, നീ തലപൊക്കി നീയും പുറപ്പെട്ടു വന്നത് എന്താവുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. അതെന്തെന്ന് ഞാൻ ചോദിച്ചതിന്, പുറപ്പെടുന്നൊരു ഏഫ എന്ന് അവൻ പറഞ്ഞു. അത് സർവദേശത്തിലും ഉള്ള അവരുടെ അകൃത്യം എന്നും അവൻ പറഞ്ഞു. പിന്നെ ഞാൻ വട്ടത്തിലുള്ള ഒരു ഈയപ്പലക പൊങ്ങിപ്പോകുന്നതും അവിടെ ഏഫയുടെ നടുവിൽ ഒരു സ്ത്രീ ഇരിക്കുന്നതും കണ്ടു. ഇത് ദുഷ്ടതയാകുന്നു എന്ന് പറഞ്ഞു. അവൻ അവളെ ഏഫയുടെ അകത്താക്കി ഈയപ്പലക കൊണ്ട് അടച്ചു. ഞാൻ പിന്നെയും തലപൊക്കി നോക്കിയപ്പോൾ 2 സ്ത്രീകൾ പുറത്തു വരുന്നത് കണ്ടു. അവരുടെ ചിറകിൽ കാറ്റുണ്ടായിരുന്നു. അവർക്ക് പെരിഞ്ഞാറയുടെ ചിറകുപോലെ ചിറകുണ്ടായിരുന്നു. അവർ ഭൂമിക്കും ആകാശത്തിനും മധ്യേ ഏഫയെ പൊക്കിക്കൊണ്ടുപോയി. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് അവർ ഏഫയെ എവിടേക്ക് കൊണ്ടുപോകുന്നു എന്ന് ഞാൻ ചോദിച്ചു. അതിന് അവൻ, സീനാർ ദേശത്ത് അവർ അവൾക്ക് ഒരു വീട് പണിയുവാൻ പോകുന്നു. അത് തീർന്നാൽ അവളെ സ്വസ്ഥാനത്ത് പാർപ്പിക്കും എന്ന് എന്നോട് പറഞ്ഞു. സഖരിയ പ്രവചനം നമുക്കറിയാം. സഖരിയാവും ഹഗ്ഗായിയും സെരുബ്ബാബേലും എസ്രായും ഒക്കെ സമകാലികരാണ്, കണ്ടംപററീസ്. സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ, യഹൂദ ജനം യെരൂശലേമിലേക്ക് മടങ്ങി വന്നു. ദേവാലയം പണി ആരംഭിച്ചു. കുറെ അങ്ങോട്ട് പോയപ്പോൾ സ്റ്റേ ഓർഡർ കിട്ടി, പണി മുടങ്ങി. അങ്ങനെ ദേവാലയം പണിയെക്കുറിച്ചുള്ള ചൂടൊക്കെ മാറി പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന യഹൂദൻ തങ്ങൾക്ക് വീടൊക്കെ പണിത് ഇങ്ങനെ ഭൗതികമായ ലക്ഷ്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അവരുടെ ഭൗതികവാദത്തിനെതിരെ, മെറ്റീരിയലിസ്റ്റിക് തോട്ട്സ്, ഭൗമവാദത്തിനെതിരെ ഇവിടെ പ്രവാചകൻ ശബ്ദമുയർത്തുന്ന ഒരു ഭാഗമാണ്. ഹഗ്ഗായിലും നാം അത് കാണുന്നുണ്ട്. ദൈവത്തിന്റെ ആലയം ശൂന്യമായി കിടക്കുന്നു, നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർക്കുന്നു. അവര് നല്ല തച്ചും മച്ചും ഒക്കെയുള്ള വീടുകൾ ഉണ്ടാക്കി സുഭിക്ഷമായി കഴിയുമ്പോഴും ദൈവാലയത്തെക്കുറിച്ചുള്ള വലിയ ബോധ്യം, ഭാരമൊന്നും അവർക്കുണ്ടായിരുന്നില്ല. ദേവാലയ പണിക്ക് വേണ്ടി ഈ 2 പ്രവാചകന്മാരും എസ്രായെയും സെരുബ്ബാബേലിനെയും കൂടെയുള്ള ജനത്തെയും പ്രോത്സാഹിപ്പിക്കുമ്പോൾ തന്നെ അവരുടെ ഭൗതിക ലക്ഷ്യങ്ങൾ വെച്ചുള്ള ജീവിതത്തെ, ആഡംബരപൂർണമായ ജീവിതത്തെ ശാസിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഭാഗമാണ് ഈ സഖരിയ പ്രവചനം 5-ാം അധ്യായം, വിശേഷിച്ച് 5 മുതൽ. പല വെളിപ്പാടുകൾ, ദർശനങ്ങൾ, സ്വപ്നങ്ങൾ, രൂപകങ്ങൾ, സാദൃശ്യങ്ങളൊക്കെ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാം.
ഇവിടെ നാം കാണുന്നത്, നമ്മുടെ ഇവിടുത്തെ വിഷയം മാത്രം നാം ചർച്ച ചെയ്യുന്നുള്ളൂ. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ പറയുന്ന ബാബിലോൺ, മഹദിയാം ബാബിലോൺ, അത് വെറും ഒരു രൂപകമല്ല. അതിനൊരു അക്ഷരീയമായ നിവൃത്തിയുണ്ട്. അത് അക്ഷരീയമായ ബാബിലോണിനെയും കൂടെ കുറിക്കുന്നതാണ്. ഈ നമ്മുടെ ആശയത്തെ സ്ഥിരീകരിക്കുന്ന ഒരു പ്രവചനമാണ് നാം ഇവിടെ കാണുന്നത്. പ്രവാചകനോട് ചോദിക്കുന്നു, നീ എന്ത് കാണുന്നു? അപ്പോൾ എന്താണ് കണ്ടത്? ഒരു woman ഏഫ sitting. അല്ലേ? ഏഫ. ഏഫ കണ്ടു. അവിടെ ഏഫ കണ്ടിട്ട് നാം അവിടെ കാണുന്നത്, പിന്നെ ഏഫയ്ക്കകത്ത് എന്തുണ്ട്? അല്ലെങ്കിൽ ആരുണ്ട്? A woman. ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. ഒരു സ്ത്രീ. പിന്നീട് 2 സ്ത്രീകളെ കാണുന്നുണ്ട്. ഏഫായിലുള്ള ആ 2 സ്ത്രീകൾക്ക് പെരിഞ്ഞാറയുടെ ചിറക് ലഭിക്കുന്നു. കാറ്റു വഹിക്കുന്ന 2 സ്ത്രീകൾ. അവർ ഈ ഏഫായിൽ കണ്ട സ്ത്രീയെ പൊക്കിയെടുത്ത് ശിനാർ ദേശത്ത് കൊണ്ടുവന്ന് പാർപ്പിക്കുന്നു. അവൾക്ക് അവിടെ സ്വസ്ഥത ലഭിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നാം ഇപ്പോൾ ഈ ഭാഗത്ത് ചിന്തിക്കുന്നത്, അത് നാം കണ്ടാൽ നമുക്ക് വെളിപ്പാട് പുസ്തകം 18-ാമത്തെ അധ്യായത്തിലെ ആ ബാബിലോൺ, മഹദിയാം ബാബിലോൺ അക്ഷരീയമായ ബാബിലോൺ ആണ് എന്നതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുവാൻ എളുപ്പമാണ്. അതിൻ്റെ ഏറ്റവും രത്നച്ചുരുക്കം ഇന്നലെ നമ്മൾ കണ്ടു. ശിനാർ ദേശത്ത് അവൾക്ക് ഒരു പാർപ്പിടം ഉണ്ടാക്കാൻ പോകുന്നു. അവളെ അവിടെ കൊണ്ട് സ്ഥിരമായി പാർപ്പിക്കുന്നു എന്നുള്ള സംഗതിയാണ് നാം ഇവിടെ കാണുന്നത്. ഇംഗ്ലീഷിൽ നാം വായിക്കുന്നത്, എനിക്കൊന്നു ESV-യിലാണ് കൂടുതൽ ആ കാര്യത്തെക്കുറിച്ച് കാണുന്നത്. Then the angel who talked with me came out and said to me, lift your eyes now and see what this is that goes forth. So I asked, what is it? And he said, it's a basket that is going forth. He also said, a basket. This is their resemblance throughout the earth. അവരുടെ എല്ലാവരുടെയും ദുഷ്ടത അല്ലെങ്കിൽ അകൃത്യം എന്നുള്ളതിന് ഇവിടെ കൊടുത്തിരിക്കുന്ന പദം കണ്ടോ? എബ്രായ പദത്തിന്റെ ഏതാണ്ട് അതേപോലെയുള്ള വിവർത്തനം. ദിസ് ഈസ് ദയർ റിസംബ്ലൻസ്. ഇത് അവരുടെ ഒരു എന്താണ് പറയുന്നത്, പ്രതിബിംബമാണെന്ന്. ഈ സ്ത്രീ, ഈ ഏഫായും ഈ സ്ത്രീയുമൊക്കെ അവരുടെ ഒരു പ്രതിബിംബം, റിസംബ്ലൻസ് ആണ്. ഭൂവാസികളുടെ മൊത്തമായിട്ടുള്ള കാര്യമായി പറയുന്നത്. റിസംബ്ലൻസ് ത്രൂ ഔട്ട് ദ എർത്ത്. ഹിയർ ഈസ് എ lead disc lifted up, and this is a woman sitting inside the basket. This is wickedness, and he thrust her down into the basket and threw the lead over to its mouth. അപ്പോൾ നാം ഇവിടെ കാണുന്നത് ഒരു ഏഫ. ഏഫ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പറ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നെല്ലൊക്കെ അളക്കുന്ന പറ, അല്ലെങ്കിൽ ഇടങ്ങഴി
ഇന്ന് ആ പദങ്ങളൊന്നും പുതിയ തലമുറയ്ക്ക് അറിയില്ലായിരിക്കും. നാഴി, ഇടങ്ങഴി, പറ, യാ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഇത്തരം ചിന്തിച്ചാൽ മതി. ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് ഏഫ എന്ന് പറയുന്നത്. അത് കാണിക്കുന്നത്, റൂഫസ്, അത് കാണിക്കുന്നത് മെഷർമെന്റ് അല്ലെങ്കിൽ അളവ്, അതുപോലെ കൊമേഴ്സ്. ഒരളവ്, ഇതാണ് ഏഫ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ബാസ്ക്കറ്റ്. ഒരു പാത്രം, ഒരു അളവ് പാത്രമെന്ന് തൽക്കാലം ചിന്തിച്ചാൽ മതി. അതിന് ഏതൊരളവും ആയിക്കൊള്ളട്ടെ, ഒരളവ് പാത്രം. ഈ അളവ് പാത്രത്തിനകത്ത് ഒരു സ്ത്രീ. ഇതിന്റെ അർത്ഥം അവിടെ തന്നെ പറഞ്ഞിരിക്കുന്നു, ദുഷ്ടതയാകുന്നു. ഭൂമിയിൽ വസിക്കുന്ന സകലരുടെയും ദുഷ്ടത അഥവാ പാപത്തെയാണ് ഇത് കാണിക്കുന്നത്. The Hebrew word for wickedness is a feminine gender. ദുഷ്ടതയ്ക്ക് ഉള്ള എബ്രായ പദം നമുക്കറിയാമല്ലോ, ഓരോ പദങ്ങളും പുല്ലിംഗവും സ്ത്രീലിംഗവും ഉണ്ട്. അപ്പൊ ദുഷ്ടതയ്ക്കുള്ള എബ്രായ പദം സ്ത്രീലിംഗ പദമാണ്. അതുകൊണ്ടാകാം ഇവിടെ ദുഷ്ടതയെ ഒരു സ്ത്രീയായിട്ട് പ്രദർശിപ്പിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീ, ഈ ഏഫയ്ക്കകത്തെ സ്ത്രീ ദുഷ്ടതയാണ്. ഏഫ അഥവാ അളവ് പാത്രം വാണിജ്യത്തെ കാണിക്കുന്നു, കൊമേഴ്സിനെ കാണിക്കുന്നു, മെഷർമെന്റിനെ കാണിക്കുന്നു, ബിസിനസിനെ കാണിക്കുന്നു, വാണിജ്യം. അപ്പോ ഈ പ്രത്യേകമായ ദർശനം സെഖരിയാവ് കാണുന്നത് എന്താണ്? മെറ്റീരിയലിസ്റ്റിക് ലൈഫ് ഓഫ് ദ പീപ്പിൾ റിട്ടേൺഡ് ഫ്രം എക്സൈൽ. അന്നത്തെ പ്രവാചകൻ പ്രവചിച്ച സമയത്ത് ഈ വാക്കുകളുടെ പ്രസക്തി എന്ന് പറയുന്നത്, റെലവൻസ് ഓഫ് ദിസ് മെസ്സേജ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ദ പ്രോഫറ്റ് എന്ന് പറയുന്നത്, ബാബിലോണിൽ നിന്ന് മടങ്ങിയെത്തിയ യഹൂദന്മാർ അവിടെ ജോലിയൊക്കെ ചെയ്ത് സമ്പാദിച്ച പണമുണ്ട്. കൂടാതെ പേർഷ്യൻ രാജാവ്, ഇറാനിലെ രാജാവ് ഇവരെ മടക്കി അയച്ചപ്പോൾ പുനരുദ്ധാരണത്തിന് നൽകിയ പണമുണ്ട്. അങ്ങനെയൊക്കെ അത്യാവശ്യം കാശുമായിട്ടാണ് പ്രവാസം കഴിഞ്ഞ് യഹൂദൻ മടങ്ങി വന്നിരിക്കുന്നത്. ദേവാലയം പണിയും നടക്കുന്നില്ല. പിന്നെ അവർ തങ്ങളുടെ ഭൗതിക നന്മകൾ കൊണ്ട് തങ്ങളുടെ സാമ്രാജ്യം, വീട് ഒക്കെ കെട്ടിപ്പടുക്കാൻ ഭൗതിക ലക്ഷ്യങ്ങളുമായിട്ട് ജീവിക്കുന്നവരായിരുന്നു. അതായിരുന്നു അന്നത്തെ ഈ വാക്കുകളുടെ അർത്ഥം. എന്നാൽ അതിന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ പ്രവചനപരമായ ഒരു ഭാവി നിവൃത്തിയുണ്ട്. ആ ഭാവി നിവൃത്തിയെ കുറിച്ചാണ് നാം വെളിപ്പാട് 18 കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ പറയുന്ന ഈ ദുഷ്ടതയാകുന്ന, പാപമാകുന്ന, ഭൗതികവാദമാകുന്ന, വാണിജ്യപരമായ ഉയർച്ചകളാകുന്ന ഈ സ്ത്രീ ഇതിനെ എവിടേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് നമ്മൾ കാണുന്നത്? ശിനാർ ദേശത്തേക്ക്. എന്തിനു വേണ്ടി ശിനാർ ദേശത്തേക്ക് കൊണ്ടുപോകുന്നു? വ്യാപാരത്തിന് അവൾക്കൊരു പാർപ്പിടം അവൾക്കൊരു വീട് പണിയാൻ, അവൾക്കൊരു പാർപ്പിടം ഉണ്ടാക്കാൻ. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത്, when it is ready, the basket will be set there on its base. Base എന്നിവിടെ കാണിക്കുന്നത്, the word base has the thought of a pedestal for an
ഐഡൽ. ഇവിടെ ബേസ് അല്ലെങ്കിൽ അവൾക്കൊരു പാർപ്പിടമുണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു വിഗ്രഹത്തെ സ്ഥാപിക്കുന്ന അടിസ്ഥാനപരമായ ഘടകത്തിനാണ്. അപ്പോൾ ഈ ദുഷ്ടതയ്ക്ക്, ഈ പാപത്തിന്, ഈ വാണിജ്യപരമായ സമ്പദ് സമൃദ്ധിയുടെ നിമിത്തമുണ്ടായ ഭൗതികവാദം എന്ന ഈ പാപത്തിന്റെ അടിസ്ഥാനമായി അവളെ എന്നേക്കുമായി പാർപ്പിക്കുന്ന ഇടം എവിടെയാണ്? ശിനാർ ദേശം. ശിനാറിന്റെ ഉത്ഭവമൊക്കെ നമ്മൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അതുകൊണ്ട് അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ബാബിലോൺ, ഇറാഖ്, അതുമായി ബന്ധപ്പെട്ട യൂഫ്രട്ടീസ് നദീതടം, യൂഫ്രട്ടീസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഫ്രാത്ത് നദി എന്നാകട്ടോ. ഫ്രാത്ത് നദി, മഹാനദി എന്നും അതിന് പേരുണ്ട്. അപ്പൊ മഹാനദി അല്ലെങ്കിൽ ഫ്രാത്ത് നദി അല്ലെങ്കിൽ യൂഫ്രട്ടീസ്, അക്ഷരീയ ബാബിലോണിന്റെ ത്രികോണാകൃതിയിൽ ഒഴുകുന്ന ഒരു നദിയാണ്. ഡയഗോണിക്കലായിട്ട് ഒഴുകുന്ന നദിയാണ് ഈ യൂഫ്രട്ടീസ്. അതിൻ്റെ തീരത്തുള്ള നഗരമാണ് ഈ പറയപ്പെട്ട നഗരങ്ങൾ. അതിനെ ശിനാർ ദേശത്തെ നഗരമെന്ന് വിളിക്കുന്നു. അവിടെയാണ് ഇവൾക്കൊരു പാർപ്പിടം ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ അവിടെയാണ് അവളെ കുടിയിരുത്തുന്നത്. സ്തോത്രം. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം the iniquity or the wickedness, the abomination, the sinfulness, God is sending them back to the very place where it belongs to. Where it belongs to. ഈ അകൃത്യത്തെ, ദുഷ്ടതയെ ശിനാർ ദേശത്തേക്ക് വിടുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അകൃത്യം അഥവാ പാപത്തെ. രണ്ട്, അതിൻ്റെ ശിക്ഷാവിധിയെ. ബോത്ത് ദ വിക്കറ്റ്നെസ് ആൻഡ് ഇറ്റ്സ് പണിഷ്മെന്റ്, ഇറ്റ്സ് കണ്ടംനേഷൻ. ഇതിനെ രണ്ടിനെയും ദൈവം ശിനാർ ദേശത്തേക്ക് വിടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എവിടേക്കാണോ ഇത് യോഗ്യമായിരിക്കുന്നത്, എവിടെ നിന്നാണോ ഉത്ഭവിച്ചത്, അതിൻ്റെ ഉത്ഭവ സ്ഥാനത്തേക്ക് തന്നെ അതിനെ തിരിച്ചു കൊണ്ടുവന്ന് അതിനെ എന്നേക്കുമായി ശിക്ഷ വിധിച്ച് നശിപ്പിക്കുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ ഈ പ്രവചനങ്ങളുടെ നിവൃത്തി നടക്കുന്ന വിവരണമാണ് വെളിപ്പാട് പുസ്തകം 18-ാമത്തെ അധ്യായം. അവിടെ നമ്മൾ മറ്റ് രണ്ട് സ്ത്രീകളെ കാണുന്നു. ഈ ഏഫായെ എടുത്തുകൊണ്ടു പോകുന്നു. അവയ്ക്ക് ചിറകുണ്ട്. റൂഫസ്, അവയ്ക്ക് ചിറകുണ്ട്. രണ്ട് സ്ത്രീകൾ, പെരിഞ്ഞാറയുടെ ചിറകുള്ള രണ്ട് സ്ത്രീകൾ, കാറ്റുവഹിക്കുന്ന രണ്ട് സ്ത്രീകൾ അതിവേഗത്തിൽ ഈ ഏഫായെയും സ്ത്രീയെയും കൂടെ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നതാണ് നാം കാണുന്നത്. ഈ പെരിഞ്ഞാറ പഴയ നിയമത്തിൽ ഒരു ശുദ്ധിയില്ലാത്ത പക്ഷിയാണ്. ഇപ്പൊ പെരിഞ്ഞാറയുടെ ചിറക് എന്ന് പറയുന്നത് ദാനിയേൽ 9-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ മ്ലേച്ഛതയുടെ ചിറക് എന്നർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാം. പാപത്തിന്റെ ചിറക്, പാപത്തിന്റെ പ്രഭവം, പാപത്തിന്റെ പ്രഭാവം എന്നൊക്കെ നമുക്കതിനെ കാണാനായിട്ട് സാധിക്കും. ഇനഫ് മോനെ. അപ്പോൾ പാപത്തിന്റെ ആ ശക്തി, ദുഷ്ടതയുടെ ചിറക്,
പാപത്തിന്റെ ചിറകെന്നൊക്കെ അർത്ഥം. ഇതെല്ലാം അതിവേഗത്തിൽ സംഭവിക്കുന്നു എന്നതാണ് കാണുന്നത്. ആ ചിറകിനെയും കാറ്റിനെയും ഒക്കെ കാണിക്കുന്നത് വേഗതയാണ്. The swiftness. These punishments will occur swiftly. വളരെ പെട്ടെന്നാണ്, വളരെ വേഗത്തിലാണ് ഈ ന്യായവിധികൾ നടക്കുന്നത്. അത് നാം 18-ാം അധ്യായത്തിൽ 2 പ്രാവശ്യമെങ്കിലും കാണുന്നുണ്ട്. ഒറ്റ മണിക്കൂർ കൊണ്ട് ദൈവം അവളെ നശിപ്പിച്ചല്ലോ, അതിവേഗത്തിൽ. ഒരിക്കൽ കൂടെ 18-10 വായിച്ചോളൂ. വെളിപ്പാട് 18-10. അയ്യോ അയ്യോ, മഹാനഗരമായ ബാബിലോണേ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ എന്ന് പറയും. കണ്ടോ? 1 മണിക്കൂർ കൊണ്ട്. 20-ാം വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. 1 മണിക്കൂർ കൊണ്ട്, വളരെ പെട്ടെന്ന്. അതാണ് ഈ സ്ത്രീയുടെ ചിറകും കാറ്റുമൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ ന്യായവിധി അതിവേഗം, അതിശീഘ്രം ഈ പട്ടണത്തിന്റെ മേൽ വരുന്നതായി നാം കാണുന്നു. അപ്പോൾ ഇങ്ങനെ വെളിപ്പാട് പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്ന ബാബിലോൺ, അതിന്റെ അക്ഷരീകതയെ, അതിന്റെ സ്ഥലത്തെ, ശിനാർ ദേശം എന്ന പ്രഭവ സ്ഥാനത്തെ കുറിച്ച് തന്നെ പറയുന്നതായി നാം മനസ്സിലാക്കുന്നു. ഈ കാരണങ്ങൾ കൊണ്ട്, ഇത്രയും കാരണങ്ങൾ തന്നെ ഇത് ബാബിലോൺ ആണ് എന്നതിന് നമുക്ക് തെളിവായിട്ട് ലഭിക്കുന്നതാണ്. ഏതാണ്ട് 12-13 കാരണങ്ങൾ നമ്മൾ ഇതിനോടകം താരതമ്യ പഠനത്തിൽ കണ്ടു കഴിഞ്ഞു. ഇത്രയും വ്യക്തമാണോ? ഇതുവരെയുള്ളതിൽ സംശയമെന്തെങ്കിലും? ഒന്നുമില്ല. ശരി, എങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. ഇപ്പോൾ കണ്ടുവന്നത് ബാബിലോൺ അക്ഷരീയമായ, ഓക്കെ, താങ്ക് യു ആൻറ്റി, അക്ഷരീയമായ ബാബിലോണിന്റെ പതനത്തെ പറ്റിയാണ് നാം 18-ാമത്തെ അധ്യായത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അവിടെ അക്ഷരീയമായ ഈ നഗരത്തിന്റെ പതനത്തെ കുറിച്ച് കാണുമ്പോൾ തന്നെ നാം ഇന്നലെ ഏറ്റവും ഒടുവിലായിട്ട് കാണുകയുണ്ടായി, ഓഫ് കോഴ്സ് ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഫോർ എ ജനറൽ സ്റ്റേറ്റ് ഓഫ് ദ വേൾഡ്. പൊതുവെ ലോകത്തിന്റെ ഒരവസ്ഥയെക്കുറിച്ചും ഇത് പറയുന്നുണ്ട്. ഇറ്റ്സ് ഓൾസോ എ സിസ്റ്റം. ബോത്ത് എ ലിറ്ററൽ ആസ്പെക്ട് ഈസ് ദയർ ആൻഡ് ഓൾസോ ആൻ ആസ്പെക്ട് സിംബോളിക് ആസ് എ സിസ്റ്റം ദയർ. ഒരു വ്യവസ്ഥിതി എന്ന നിലയിലും, ഒരു ലോക വ്യവസ്ഥിതി, ഒരു വാണിജ്യ വ്യവസ്ഥിതി, ഒരു സമ്പദ് വ്യവസ്ഥ എന്ന നിലയിലും ഇതിന് അർത്ഥമുണ്ട് എന്ന് നാം കാണുകയുണ്ടായി. അതുകൊണ്ട് നാം ഇനിയും മുൻപോട്ട് പോവുകയാണ്. അപ്പം ഇവിടെ അക്ഷരീയമായ ബാബിലോൺ ആയിരിക്കുമ്പോൾ തന്നെ ഇതിന് ഒരു സാദൃശ്യവും പ്രതീകാത്മകതയും കൂടെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ആ പ്രതീകാത്മകതയിൽ 2 സംഗതികൾ വരും. ഒന്ന്, ഇത് ഈ ബാബിലോൺ പുനരുദ്ധരിക്കപ്പെടുന്ന ബാബിലോൺ ആയിരിക്കും. ഇറ്റ് വിൽ ബി എ റിവൈവ്ഡ് ബാബിലോൺ. എ റിവൈവ്ഡ് ബാബിലോൺ. നമുക്കറിയാം, ദാനിയേലിന്റെ കാലത്തോടു കൂടെ അല്ലെങ്കിൽ കാലത്തിന് ശേഷം
4 മഹാലോക സാമ്രാജ്യങ്ങൾ ഉടലെടുത്തതായിട്ട്. ഒന്നിന് പകരം മറ്റൊന്ന് ഉടലെടുത്തു. ബാബിലോൺ, മേദ്യ പേർഷ്യ, ഗ്രീസ് ആൻഡ് റോം. ബാബിലോൺ നാമാവശേഷമായപ്പോൾ, അല്ലെങ്കിൽ ബാബിലോൺ പരാജയപ്പെട്ടപ്പോൾ അതേ സ്ഥാനത്ത് ഉയർന്നു വന്നതായിരുന്നു മേദ്യ പേർഷ്യ. മേദ്യ പേർഷ്യയെ കീഴടക്കിയിട്ട് ഗ്രീസ് വന്നു, അതിനുശേഷം റോം. ഇവർ ഒന്നിന് ശേഷം മറ്റൊന്ന് വന്നതുകൊണ്ട്, ഒന്നിന് പകരം മറ്റൊന്ന് വന്നതുകൊണ്ട് അവരുടെ പേരുകളും ഒന്നിന് പകരം മറ്റൊന്നായിട്ട് ഉപയോഗിച്ച് നാം കാണുന്നുണ്ട്. ഇതുപോലെ അന്ത്യകാലത്ത് ബാബിലോണിന്റെ പുനരുദ്ധാരണം നടക്കുന്നതോടൊപ്പം തന്നെ റോമിന്റെ പുനരുദ്ധാരണവും നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റിവൈവ്ഡ് റോം എന്നും നാം വിളിക്കുന്നത്. എതിർ ക്രിസ്തു റിവൈവ്ഡ് റോമിന്റെ, പുനരുദ്ധരിക്കപ്പെട്ട റോമ സാമ്രാജ്യത്തിന്റെ ഭരണാധിപനായിട്ടായിരിക്കും വരുന്നത്. റോമിലെ ഏറ്റവും ഒടുവിലത്തെ ഭരണാധികാരിയായിട്ടായിരിക്കും അവൻ പ്രത്യക്ഷപ്പെടുക. അതുകൊണ്ട് അവന്റെ ഭരണത്തെ നമുക്ക് റോമിന്റെ ഭരണമെന്ന് സംബോധന ചെയ്യുന്നതിൽ തെറ്റില്ല. അപ്പോൾ തന്നെ ഭൂമിശാസ്ത്രപരമായി അവൻ ബാബിലോണിൽ, അല്ലെങ്കിൽ ബാബിലോൺ ഇറാഖിനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഭരിക്കുന്നത്. കാരണം ഭൂമിയുടെ പുക്കിൾക്കൊടി എന്ന് വിളിക്കപ്പെടാൻ കഴിയുന്ന മധ്യപൂർവേഷ്യ അവൻ അവന്റെ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാക്കും. അത് സ്വാഭാവികമാണ്. ഇറ്റ്സ് വെരി നാച്ചുറൽ that the Middle East or Middle East Asia will be made the political, geographical capital of the Antichrist. അപ്പം അത് വച്ച് ബാബിലോൺ എന്ന് വിളിക്കുന്നു. അതുപോലെ അവന്റെ രാഷ്ട്രീയ പശ്ചാത്തലം വെച്ച് ആ സാമ്രാജ്യത്തെ പുനരുദ്ധരിക്കപ്പെട്ട റോമിന്റെ ഭരണമെന്നും വിളിക്കുന്നു. അങ്ങനെ പേര് 2 വന്നാലും സംഗതി ഒന്ന് തന്നെ. സംഗതി ഒന്ന് തന്നെ. മനസ്സിലായോ? ജിയോഗ്രഫിക്കലി ദിസ് വിൽ ബി ബാബിലോൺ, ആൻഡ് പൊളിറ്റിക്കലി ദിസ് വിൽ ബി റോം. Because Antichrist will be a ruler in the last part of Rome, rather the revived Rome. But at least his commercial capital will be Babylon geographically. ഭൂമിശാസ്ത്രപരമായി ഏറ്റവും അവസാനത്തെ മാനുഷിക ഭരണകൂടത്തിന്റെ കുറഞ്ഞപക്ഷം വാണിജ്യ തലസ്ഥാനം എന്ന് പറയുന്നത് ബാബിലോൺ ആയിരിക്കും. എന്നാൽ ഏറ്റവും ഒടുവിലത്തെ ഭരണാധികാരിയായ എതിർ ക്രിസ്തു തന്റെ രാഷ്ട്രീയ പശ്ചാത്തലം സൂക്ഷിക്കുന്നത് റോമുമായി ബന്ധപ്പെട്ടായിരിക്കും. അതുകൊണ്ടാണ് റോം സാമ്രാജ്യത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ചക്രവർത്തി എന്ന നിലയിൽ എതിർ ക്രിസ്തുവിനെ കാണുന്നത്. അതായത് പുനരുദ്ധാരണം പ്രാപിക്കുന്ന, പുനരുദ്ധരിക്കപ്പെടുന്ന റോമൻ സാമ്രാജ്യത്തിന്റെ ഭരണാധിപൻ എന്ന നിലയിൽ. അപ്പം ഈ 2 വസ്തുതകൾ വെച്ചുകൊണ്ട് നാം നോക്കിയാൽ ഇതിനെ ബാബിലോൺ എന്നും റോം എന്നും വിളിക്കുന്നതിൽ സാങ്കത്യമുണ്ട്. അതിൽ പ്രശ്നങ്ങളില്ല. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ?
റോം, ബാബിലോൺ, പിന്നെ ജെറുസലേം. ഇപ്പൊ 3 സ്ഥലമായില്ലേ ഇപ്പൊ ശരിക്കും? ഇല്ല, യെരുശലേം അതുകൊണ്ടാണ് ജെറുസലേം എന്ന് പറഞ്ഞത് പറഞ്ഞു. യെരുശലേമിനെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ യെരുശലേമിനെ കൊള്ളയടിക്കാൻ വേണ്ടി എതിർ ക്രിസ്തു ആഗ്രഹിക്കും. അവൻ യെരുശലേമിലേക്കും അവന്റെ സൈന്യത്തെ അയക്കും എന്നാണ് നാം ദാനിയേൽ 11-ാമത്തെ അധ്യായത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്. മനോഹര ദേശത്തേക്കും അവൻ കടന്നു വരും. അവന്റെ ഭരണത്തിന്റെ ആരംഭകാലത്ത് തന്നെ യഹൂദന് അവന്റെ ദേശം തിരികെ നൽകുന്നത് പോലെ ദേവാലയം പണിയുകയും കാര്യങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു വ്യാജ യഹൂദൻ എന്ന നിലയിൽ അവൻ അഭിനയിക്കുമ്പോഴാണ് ആ കാര്യങ്ങൾ അവൻ ചെയ്യാറ്. അതുപോലെ തന്നെ നാം വെളിപ്പാട് പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ യെരുശലേമിന് കൊടുത്തിട്ടുള്ള ഒരു വിശേഷപ്പെട്ട പേരും കാണുകയുണ്ടായി. ഒരു പക്ഷേ നിങ്ങൾ മറന്നുപോയി കാണുമായിരിക്കും അല്ലേ? 11-ാമത്തെ വാക്യം. And their dead bodies lie in the street of the great city that symbolically is called Sodom and Egypt, where their Lord was crucified. Symbolically, Jerusalem is called Sodom and Egypt. അപ്പം നമ്മൾ 13-ാമത്തെ അധ്യായത്തിലും വെളിപ്പാട് 13-ാമത്തെ അധ്യായത്തിലും എതിർ ക്രിസ്തുവിനെ ഒരു മൃഗമായിട്ട് കണ്ടു. ആ മൃഗത്തിന്റെ പ്രത്യേകത ഓർമ്മയുണ്ടോ? ഒറ്റ നോട്ടത്തിൽ അവൻ ഒരു പുള്ളിപ്പുലി. പുള്ളിപ്പുലി ആരെ കുറിക്കുന്നു? ഓർമ്മയുണ്ടോ? ഗ്രീസിനെ. ഗ്രീസിനെ. കാലുകൾ കരടിയുടേത്. കരടി എന്തിനെ കുറിക്കുന്നതാണ്? മേദ്യ പേർഷ്യ. അതിന്റെ തല അല്ലെങ്കിൽ മുഖം സിംഹത്തെ പോലെ. നമുക്കറിയാം സിംഹം ബാബിലോണിനെ കുറിക്കുന്നു. എന്നിട്ട് അതിന്റെ 10 കൊമ്പുകൾ അത് റോമിനെ കുറിക്കുന്നു. അപ്പൊ ഈ 4 സാമ്രാജ്യങ്ങളുടെയും ഒരു മിശ്രിത രൂപത്തിലാണ് എതിർ ക്രിസ്തു വരിക. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എതിർ ക്രിസ്തു മൃഗം, ദ ബീസ്റ്റ്, മേ ബി റിലീജിയസ്ലി he will pretend to be a Jew. അവൻ മതപരമായിട്ടൊരു യഹൂദനായിരിക്കണം, അല്ലെങ്കിൽ ഒരു വ്യാജ യഹൂദനായിട്ട് അഭിനയിക്കുകയെങ്കിലും ചെയ്യും. രാഷ്ട്രീയമായി അവനിൽ ഈ 4 സാമ്രാജ്യത്തിന്റെയും ചേരുവകൾ കാണും. ഈ 4 സാമ്രാജ്യങ്ങളുടെയും ചേരുവകൾ അവനിൽ ഉണ്ടായിരിക്കും. ഒരുപക്ഷെ സിറ്റിസൺഷിപ്പ്, പൗരത്വം വെച്ച് അവൻ ഒരു സിറിയൻ ആകാനാണ് സാധ്യത. സിറിയ ഗ്രീസിന്റെ പിന്തുടർച്ചയിൽ വരുന്നതാണ്. അപ്പം അങ്ങനെയുള്ള എല്ലാം കൂടെ ഉള്ളത് കൊണ്ട് ഈ 4 സാമ്രാജ്യങ്ങളുടെയും പലതും അവനിൽ ഒത്തിണങ്ങിയിരിക്കും. അവന്റെ മതപരമായ അവൻ്റെതായ മതം അവന് പിന്നീട് ഇല്ലെന്നുള്ളത് കണ്ടു. എന്നാൽ ആദ്യ സമയത്ത് മതപരമായ അവന്റെ തലസ്ഥാനമായിട്ട് റോമിനെ മാറ്റുന്നു. വാണിജ്യത്തിന്റെ, കൊമേഴ്സിന്റെ തലസ്ഥാനമായിട്ട് അവൻ ബാബിലോണിനെ എടുക്കുന്നു. അതാണ് നാം ഈ 18-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. അങ്ങനെയാണ് ആ നഗരം നശിക്കുന്നത്. അവന്റെ മതപരമായി
അവൻ യഹൂദന്മാരുടെ മുമ്പിൽ യഹൂദൻ എന്ന നിലയിൽ, മശിഹ എന്ന നിലയിൽ അവതരിപ്പിക്കപ്പെടണമെങ്കിൽ അവൻ ഒരു യഹൂദനായിട്ട് തീർന്നേ പറ്റൂ, അല്ലെങ്കിൽ ഒരു വ്യാജ യഹൂദനായിട്ടെങ്കിലും അവന് തീരണം. അവൻ യഹൂദനാണെന്ന് തെളിയിക്കുകയെങ്കിലും ചെയ്യണം. അതുകൊണ്ട് അവൻ യെരുശലേമുമായി ബന്ധപ്പെട്ട ആദ്യകാലങ്ങളിൽ നിൽക്കും. അവൻ യെരുശലേമിലേക്ക് നമ്മുടെ കർത്താവിനെതിരെ യുദ്ധം ചെയ്യുവാനാണ് ജനത്തെ കൂട്ടിക്കൊണ്ടുവരുന്നത്. അപ്പം ആ നിലയിൽ എതിർ ക്രിസ്തുവിന്റെ ഭരണം ഈ രാഷ്ട്രീയമായ എല്ലാറ്റിൻ്റെയും കൂടെ ഒരു സങ്കലന രൂപമായിട്ട് വരും. പ്രത്യേകിച്ച് ഈ 18-ാമത്തെ അധ്യായത്തിൽ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാണിജ്യ ബാബിലോൺ. അതുകൊണ്ടാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പ്രസംഗങ്ങൾ വരെ, വിശദമായ പ്രസംഗങ്ങൾ വരെ WTC അമേരിക്കയിൽ വേൾഡ് ട്രേഡ് സെന്റർ തകർന്നപ്പോൾ നമ്മുടെ പല പ്രസംഗകരും അതിനെ എടുത്ത് പറയുകയുണ്ടായി. അമേരിക്കയിലല്ല ലോക ഈ വേൾഡ് ട്രേഡ് സെന്റർ വരേണ്ടത് ബാബിലോണിലാണെന്ന്. അതിനുവേണ്ടിയാണ് അത് തകർക്കപ്പെട്ടത് എന്നുള്ള നിലയിൽ വ്യാഖ്യാനങ്ങളൊക്കെ വന്നതും പ്രസംഗങ്ങളും ഇതേ സംബന്ധിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമെന്നാണ് എൻ്റെ കരുതൽ. അപ്പം വാണിജ്യ ബാബിലോണിന്റെ എങ്കിലും തലസ്ഥാനമായിട്ട്, വാണിജ്യത്തിന്റെ, ട്രേഡിന്റെ, സമ്പദ് വ്യവസ്ഥയുടെയെങ്കിലും തലസ്ഥാനമായിട്ട് ബാബിലോൺ തീരും. ഇപ്പോൾ തന്നെ നമ്മുടെ ഭരണസിരാ കേന്ദ്രം ഡൽഹിയാണെങ്കിലും ഇന്ത്യയുടെ സാമ്പത്തിക ക്യാപിറ്റൽ, ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മുംബൈയാണ്. ഇതുപോലെയുള്ള വ്യത്യാസങ്ങൾ ഈ പറയപ്പെട്ട നഗരങ്ങളിലൊക്കെ ഉണ്ടാകും എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്ത്. അതുകൊണ്ട് തിരിച്ചും മറിച്ചും പറഞ്ഞു എന്ന് വന്നാലും അതിൽ തെറ്റില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. അത് ഞാൻ ഒന്നും കൂടെ ഒന്ന് വിശദമാക്കാം, ഇതെല്ലാം എങ്ങനെയാണ് ശരിയാകുന്നത് എന്ന്. ഒരു കൊച്ചു ഉദാഹരണത്തിലൂടെ നമുക്കത് മനസ്സിലാകും. യേശുക്രിസ്തുവിന്റെ ജനനവും ക്രിസ്തുവിന്റെ വരവുമായി ബന്ധപ്പെട്ട് ഒരു എഴുത്തുകാരൻ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒന്ന് വയ്ക്കാം. ഒന്ന് നമുക്ക് നോക്കാം. യേശുക്രിസ്തു എവിടെ ജനിക്കും, അല്ലെങ്കിൽ എങ്ങനെ വരും, എവിടെ വരും എന്നാണ് മീഖ പ്രവചിച്ചത്? നമുക്കറിയാമല്ലോ. പെട്ടെന്നൊന്ന് പറയാമോ? അതെ, മീഖ. സമയം നമുക്കിനി കുറവായതുകൊണ്ട് ഞാൻ പറഞ്ഞു വിടാം. മീഖ 5-ന്റെ 2-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് മശിഹ യേശുക്രിസ്തു ബേത്ലഹേമിൽ ജനിക്കും എന്നാണ്. ബേത്ലഹേമിൽ. ഹോശയ 11:1, ഹോശയ 11:1 അവിടെ നാം കാണുന്നു, ഞാൻ എൻ്റെ മകനെ ഈജിപ്തിൽ നിന്നും മിസ്രയീമിൽ നിന്നും വിളിച്ചു വരുത്തി. യേശു എവിടെ നിന്ന് വരുന്നു? മിസ്രയീമിൽ നിന്ന് വരുന്നു. മലാഖി 3:1, മലഖായി 3:1 അവിടെ നമ്മൾ കാണുന്നു മെസ്സായ വുഡ് കമ്മിങ് ടു ദ ടെമ്പിൾ. ദേവാലയത്തിലേക്ക് മശിഹ വരുന്നതായിട്ടാണ് അവിടെ നാം കാണുന്നത്. സെഖരായ 9:9, സെഖരിയ 9:9 സിയോനിൽ മശിഹ വരുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഐശയ ചാപ്റ്റർ 9:1-2, യെശയ്യ 9:1-2 വാക്യങ്ങൾ അവിടെ കാണുന്നത് ക്രിസ്തു ഗലീലയിൽ വരുന്നതായിട്ടാണ്.
നോക്കണേ, ബേത്ലഹേമിൽ വരുന്നു, മിസ്രയീമിൽ നിന്ന് വരുന്നു, ദേവാലയത്തിൽ വരുന്നു, സിയോനിൽ വരുന്നു, ഗലീലയിൽ വരുന്നു. ഇവ തമ്മിൽ ആശയക്കുഴപ്പങ്ങളുണ്ടോ? എല്ലാം ശരിയാ. എല്ലാം ശരിയാ, ഒന്നും തെറ്റല്ല. ഇതുപോലെ ബൈബിൾ പ്രവചനങ്ങൾക്ക് ഞാൻ ഇന്നലെയാണോ മിനിയാന്നാണോ പറഞ്ഞത്, ഒരു നിവർത്തീകരണം മാത്രമല്ല. ഈ തിരുവെഴുത്തുകളെ കുറിച്ച് ഗ്രാഹ്യമില്ലാത്തവർ, സുവിശേഷ വിരോധികൾ, നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, മറ്റു മതസ്ഥർ, ബൈബിളിനെ ഇകഴ്ത്തി താഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്നവർ, ഇങ്ങനെയുള്ള വേദഭാഗങ്ങളെ പാരഡോക്സിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ദ ബൈബിൾ, വേദപുസ്തകത്തിന്റെ വൈരുദ്ധ്യാത്മകമായ ഒരു സ്വഭാവമെന്നും പറഞ്ഞുകൊണ്ടെടുത്ത് കാണിക്കും. എന്നാൽ ഇതൊന്നും വൈരുദ്ധ്യാത്മകമല്ല. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് യുക്തിവാദിക്ക് വ്യാഖ്യാനിക്കാൻ ഉള്ളതല്ല വേദപുസ്തകമെന്ന്, അതിന്റെ വ്യാഖ്യാനത്തിന് ശരിയായ രീതി ഉണ്ടെന്ന്. അപ്പം ഈ പറയപ്പെട്ട എല്ലാം ശരി തന്നെയാണ് മശീഹയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. വേറെയും ഭാഗങ്ങളുണ്ട്. ഇതുപോലെ ഈ ബാബിലോണിനെ കുറിച്ച് അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിനെ കുറിച്ച്, അന്ത്യസമയത്ത് ദൈവം നടത്തുന്ന ഈ ന്യായവിധികളെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്ന വ്യത്യസ്തമായ ഈ വേദഭാഗങ്ങൾ, അവയിൽ തന്നെ ഒരു വിരോധാഭാസവും ഇല്ലാത്തവയാണ്, വളരെ ഏകതയിൽ നിലനിൽക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായോ? എന്തെങ്കിലും ചോദ്യങ്ങൾ ഇതുവരെ ഉള്ളതിൽ? ഒന്നുമില്ല. എങ്കിൽ ഒരു കാര്യം കൂടെ നമുക്ക് നോക്കിയിട്ട് നിർത്താം. എനിക്ക് തോന്നുന്നു 10 മിനിറ്റും കൂടെ, 5 മിനിറ്റേ ഉള്ളൂ. ഓക്കെ, എന്നാലും സാരമില്ല. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സിറ്റി, ഈ പട്ടണത്തെ, ഈ ബാബിലോണിനെ കുറിച്ചുള്ള വിവരണങ്ങൾ ഒന്ന് നമുക്ക് നോക്കാം. 18-ന്റെ 2-ാമത്തെ വാക്യത്തിൽ, വെളിപ്പാട് 18-ന്റെ 2-ാം വാക്യത്തിൽ നാം കാണുന്നു, ഇറ്റ് ഇസ് ദ ഹാബിറ്റേഷൻ ഓഫ് ഡീമൺസ് ആൻഡ് ഫോൾസ് ഡോക്ട്രിൻസ്. അല്ലേ? സകല ദുർഭൂതങ്ങളുടെയും പാർപ്പിടം എന്ന് വെച്ചാൽ ദൈവം ഇതിനെ രണ്ടർത്ഥം നമുക്കതിനെടുക്കാം കേട്ടോ. സകല ദുർഭൂതങ്ങളുടെയും പാർപ്പിടമെന്നുള്ളതിന് 2 അർത്ഥങ്ങൾ. ഒന്ന്, ഈ പട്ടണം അതിൻ്റെ ഉത്ഭവം മുതൽ സാത്താനും അവന്റെ ദൂതന്മാർക്കും യഥേഷ്ടം കയറിയിറങ്ങാൻ അനുവാദം കൊടുത്ത ഒരു പട്ടണമാണ്. ആ അർത്ഥത്തിൽ സാത്താൻ വളരെ പ്രവേശനവും സ്വാധീനവുമുള്ള നഗരമെന്ന നിലയിൽ ഇതിനെ ദുർഭൂതങ്ങളുടെ പാർപ്പിടമെന്ന് വിളിക്കാം. ദുരുപദേശങ്ങളുടെ തുടക്കം നാം കണ്ടു കഴിഞ്ഞതാണല്ലോ. അത് പിന്നെ ഏത് കാലത്തും വളർന്നും പടർന്നും പന്തലിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് സാത്താനും അവന്റെ കൂട്ടർക്കും അവന്റെ ദൂതന്മാർക്കും അവന്റെ സേവകന്മാർക്കുമൊക്കെ എപ്പോഴും സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ള സ്ഥലമാണിത്. 2-ാമത്തെ അർത്ഥം എന്ന് പറയുന്നതാണ് കൂടുതൽ ഇവിടെ ശരിയായിട്ടുള്ളത്. അതായത് ദൈവം ഇതിനെ ന്യായം വിധിച്ചു കഴിഞ്ഞിട്ട്, ഇന്നലെ നമ്മൾ പ്രവചന പുസ്തകങ്ങളിൽ വായിച്ചതുപോലെ, കല്ല് കല്ലിനോട് ചേർന്നിരിക്കാതെ വണ്ണം മൊത്തം നശിപ്പിച്ചു കളഞ്ഞതിന് ശേഷം അവിടെ ദുർഭൂതങ്ങൾ വസിക്കുന്നു എന്ന ഒരാശയമാണ്
ഉള്ളത്. എന്ന് വെച്ചാൽ ഈ ഉത്ഭവകാലം മുതൽ, ഈ രാജ്യത്തിന്റെ സ്ഥാപനം മുതൽ ഏറെ ദുരാത്മ ഉപദേശങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത്, സാത്താന്യമായ വാഴ്ചയ്ക്ക് അനുവാദം കൊടുത്ത് അങ്ങനെ പണിതെടുത്ത ഈ പട്ടണത്തെ ദൈവം നശിപ്പിച്ചു കഴിയുമ്പോൾ, ഈ കുടിയിരുന്ന ദൈവങ്ങൾക്കൊന്നും ഇനി കുടിയിരിക്കാൻ ഒരു ഇടമില്ലാതെ അവയെല്ലാം കൂടെ ഈ ശൂന്യതകളിന്മേൽ വസിക്കുന്ന ഒരവസ്ഥയാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ മിസ്രയീമിൽ നിന്നും ദൈവം തൻ്റെ ജനത്തെ വിടുവിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു? മിസ്രയീമ്യരെ ന്യായം വിധിച്ചു. മിസ്രയീമ്യരെ ന്യായം വിധിച്ചപ്പോൾ മിസ്രയീമിലെ മനുഷ്യരെ മാത്രമാണോ ന്യായം വിധിച്ചത്? അല്ല, മിസ്രയീമിലെ ദൈവങ്ങളെയും ദൈവം ന്യായം വിധിച്ചു. മിസ്രയീമിലെ ദൈവങ്ങളെയും ദൈവം ന്യായം വിധിച്ചു. അപ്പോൾ അവയെല്ലാം ദുർഭൂതങ്ങൾ എന്ന നിലയിൽ മനുഷ്യർക്കാർക്കും പാർക്കുവാൻ ഒക്കാത്തതുപോലെ അവിടെ വന്ന് അവയുടെ തലസ്ഥാനം രൂപീകരിക്കുന്നതിനർത്ഥമാണ്. നമ്മൾ മുമ്പേ കണ്ടല്ലോ, സഖരിയ 5:11 ആ സ്ത്രീക്കൊരു പാർപ്പിടമുണ്ടാക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ. അതേ അർത്ഥം തന്നെയാണ് ഇവിടെ ദുർഭൂതങ്ങളുടെ പാർപ്പിടം എന്നതിന്. അവർക്ക്, ആ സ്ത്രീക്ക്, ദുഷ്ടതയ്ക്ക് പാർക്കുവാൻ ഒരു പാർപ്പിടം എന്നതിൻ്റെ അർത്ഥം അവൾ എവിടെ ആയിരിക്കണമോ, എവിടമാണോ അവൾക്ക് യോഗ്യം, അവിടേക്ക് അവളെ അയച്ചു. അതുമല്ലെങ്കിൽ അവളെ ന്യായം വിധിച്ചു, തീർപ്പാക്കി എന്ന അർത്ഥമാണ്. അപ്പോൾ ഇവിടെ ദുർഭൂതങ്ങളുടെ പാർപ്പിടം എന്നതിന് അർത്ഥം ദുർഭൂതങ്ങളെ ന്യായം വിധിച്ച് ആ പട്ടണത്തെ നിർമൂലമാക്കി എന്നാണ്. ആ പട്ടണത്തിന്റെ വിനാശത്തെ സംബന്ധിച്ചാണ് ആ പറയുന്നത്. ദുർഭൂതങ്ങളുടെ പാർപ്പിടം. ഓക്കെ. രണ്ടാമത്തെ കാര്യം 18-3 വാക്യത്തിൽ നാം വായിക്കുന്നു. എന്താ വായിക്കുന്നത്? Both rulers and merchants had worshipped at her luxurious shrines. Rulers and businessmen, merchants had worshipped in her luxurious shrines. ഈ ധനാഢ്യയായ ബാബിലോണിന്റെ ആഡംബരപൂർണമായ ക്ഷേത്രങ്ങളിൽ ലോകത്തിലെ രാജാക്കന്മാരും വാണിജ്യ നിപുണന്മാരും ആരാധന കഴിച്ചു. എന്ന് വെച്ചാൽ അവർ അവിടം കൊണ്ട് ഉപജീവിച്ചു. അവരുടെ എല്ലാമായിരുന്നു ഈ ബാബിലോൺ എന്നർത്ഥം. വിവരണങ്ങൾ ഇനിയും നമുക്കുണ്ട്. സമയം ഇന്ന് അനുവദിക്കാത്തത് കൊണ്ട് ഇവിടെ നിർത്തുവാൻ നിർബന്ധിതനാകുന്നു. കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്ത ദിവസം നമുക്കതേപ്പറ്റി ചിന്തിക്കാം. അപ്പോൾ ഈ 18-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ തന്നെ നാം ഈ പട്ടണത്തിനെ കുറിച്ചുള്ള വിവരണം കാണുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് ഇത് ശിനാർ ദേശത്ത് സ്ഥാപിതമായ പുരാതന ബാബിലോണാണ്, ആധുനിക ഇറാഖാണ്. ദൈവം അതിനെ ന്യായം വിധിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ഭൗതിക വളർച്ചയിൽ, സമ്പദ് വ്യവസ്ഥയിൽ മതിമറന്ന് ദൈവത്തോട് മത്സരിച്ചതാണ്, പാപം ചെയ്തതാണ്, അധർമ്മം പ്രവർത്തിച്ചതാണ്, മ്ലേച്ഛതയിലേക്ക് വീണുപോയ കാരണം കൊണ്ട് ദൈവം ആ പട്ടണത്തെ നശിപ്പിക്കുന്നു. പ്രിയരെ, ഇന്ന് സാത്താൻ ഒരുപക്ഷെ ദൈവജനത്തെ പോലും ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്
സമ്പൽ സമൃദ്ധി നൽകുക എന്നുള്ളത്. കർത്താവ് നമുക്ക് നന്മകൾ തരുന്നെങ്കിൽ നമ്മളതിനൊക്കെ അപാത്രരാണെന്ന് തിരിച്ചറിഞ്ഞും ഏറ്റുപറഞ്ഞും കൊണ്ട് താഴ്മയോട് ജീവിക്കുവാൻ നമുക്കിടവരട്ടെ. 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത് പോലെ ദൈവം നമുക്ക് ഭൂമിയിൽ നന്മകൾ തരുന്നെങ്കിൽ ആയുസ്, ആരോഗ്യം, സൗന്ദര്യം, വിദ്യാഭ്യാസം, നല്ല ജോലി, നല്ല വരുമാനം, നല്ല സമ്പദ് വ്യവസ്ഥകൾ ഒക്കെ ദൈവം തരുന്നെങ്കിൽ ഒന്നിലും നാം മതിമറക്കാതെ, അഹങ്കരിക്കാതെ, ദൈവം നമ്മെ ഉയർത്തും തോറും ദൈവസന്നിധിയിൽ നമ്മൾ താഴ്ന്ന് കർത്താവേ, ഈ നന്മകൾക്കൊന്നും ഞാൻ യോഗ്യനല്ല, അങ്ങയുടെ എല്ലാ ദാനങ്ങൾക്കായിട്ടും സ്തോത്രമെന്ന് പറഞ്ഞ് പിന്നെയും കർത്താവിൽ ആശ്രയിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, എല്ലാം ഔദാര്യമായി തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നമുക്കിടയാകട്ടെ. സ്തോത്രം. കാരണം തിരുവെഴുത്ത് പറയുന്നത് പോലെ പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, എന്നാൽ യഹോവയുടെ വചനമോ നിലനിൽക്കുന്നു. ആ നിലനിൽക്കുന്ന വചനത്തിൽ ആശ്രയിച്ച് പുല്ലുപോലെ ഉണങ്ങുന്ന, പൂ പോലെ വാടിപ്പോകുന്ന ഭൗതികമായ വസ്തുതകളിൽ ഒന്നിലും പ്രശംസിക്കാതെ, എന്തെങ്കിലും നമുക്ക് കുറവുണ്ടെങ്കിൽ അതിൽ ആശങ്കപ്പെടാതെ കർത്താവിൽ ആശ്രയിച്ചും കർത്താവിനെ പ്രസാദിപ്പിച്ചും നമ്മുടെ ജീവിതം കഴിക്കാം, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാം, മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിൽ നമുക്ക് ജീവിക്കാം. അതിനായി ഈ വചന കേൾവിയും നമുക്ക് മുഖാന്തരങ്ങളും അനുഗ്രഹവുമാകട്ടെ. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.